അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 വിട പറയാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വർഷമായിട്ട് നമുക്ക് കൃഷികളൊക്കെ പുതിയതായിട്ട് തന്നെ തുടങ്ങണം. ഈ ഒരു 2025 പോരായ്മകളൊക്കെ നീക്കിക്കൊണ്ട് വേണം നമ്മൾ പുതിയ കൊല്ലത്തെ നമ്മുടെ കൃഷികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ജനുവരി മാസത്തിലെ കൃഷികൾ നമ്മൾ എന്തൊക്കെ ആരംഭിക്കണം, ഏതൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുമല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് ശീതകാല വിളവിലേക്ക് എല്ലാവരും നീങ്ങിയിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ ബ്രൊക്കോളി, അതുപോലെ തന്നെ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇപ്പം അത്യാവശ്യം നമുക്ക് രാവിലെയൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള കാറ്റും ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ട്. നല്ല തണുപ്പ് കിട്ടുന്ന കാലാവസ്ഥയാണ് എപ്പോഴും ശീതകാല പച്ചക്കറികൾക്ക് വേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാബേജിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ടായിട്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വളം കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഇനി നമുക്ക് ഈ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ അരി പാകിയിട്ട് നമുക്ക് വിത്ത് മുളപ്പിച്ചൊന്നും എടുക്കേണ്ട ഒരു സമയമല്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള തൈകൾ കിട്ടുകയാണെങ്കിൽ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഇനി നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇനി അരി പാകിയിട്ടുള്ള കിളിർപ്പിച്ചെടുക്കാനുള്ള സമയമൊന്നും നമുക്കില്ല കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വേണം നമ്മുടെ കൃഷി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീര ഇനങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ കൂടിയായിട്ടാണ് ഇനിയിപ്പോൾ. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് ശീതകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേനൽക്കാലത്തോട്ട് കടക്കുകയാണ്. അപ്പോൾ ചീരകൾ പലതരത്തിലുള്ള ചീരകളുണ്ട്. സുന്ദരി ചീര, അതുപോലെ തന്നെ ചുവപ്പ് ചീര, പാൽ ചീര, പച്ചച്ചീര, അങ്ങനെ പലതരത്തിലുള്ള ചീരകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവയുടെയൊന്നും വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ഒക്കെ നമ്മൾ വിത്തുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള പലതരം വിത്തുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുവാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് മാത്രം ചെയ്യുക, വിളിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിനുള്ള റിപ്ലൈ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു സീസണിൽ നടാൻ പറ്റുന്ന മറ്റൊരു പച്ചക്കറി വിളയാണ് നമ്മുടെ തക്കാളി. മഞ്ഞുകാലത്ത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ തക്കാളി. തക്കാളി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. തക്കാളിയുടെ പഴുത്ത തക്കാളിയിൽ നിന്ന് വിത്തുകൾ എടുത്തിട്ട് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ടേസ്റ്റുള്ള, അതുപോലെ തന്നെ കുറച്ച് ബാഗിൽ നമ്മൾ കുറേശ്ശെ ബാഗിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിലെ, അല്ലെങ്കിൽ തറയിലെ ഒക്കെ ഒരു 5 ഗ്രോ ബാഗ് വെച്ചിട്ട് അല്ലെങ്കിൽ 5 മൂട് വെച്ചിട്ട് എല്ലാം നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് ക്ഷമയും താല്പര്യവും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റും ഒക്കെ തന്നെ ഉണ്ടായാൽ മതി നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അധികം വരുന്നത് നമുക്ക് നമ്മുടെ അയൽക്കാർക്കും എല്ലാവർക്കും തന്നെ അവർ വാങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്ക് പലതരം വിപണികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സജീവമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. പന്തലിൽ കയറ്റി വിടാവുന്ന വിളകളെല്ലാം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. പാവല്, കൈപ്പയ്ക്ക. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കൈപ്പയ്ക്ക എന്ന് പറയുക, ചില സ്ഥലത്ത് പാവൽ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പാവല്, പടവലം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ബേബി പടവലുണ്ട്, അതുപോലെ തന്നെ നല്ല നീളം വരുന്ന നാഗപടവലം വരെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. വെള്ളരി വിളകൾ നമുക്ക് അങ്ങോട്ട് വിഷുവിൻ്റെ ഒക്കെ ഒരു സമയത്തേക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി തുടങ്ങാനുള്ള ഒരു സമയം കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളരിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക വെച്ചാൽ നമുക്ക് വിഷുവിനൊക്കെ ഇപ്പം തന്നെ നമുക്ക് അതൊക്കെ കൃഷി ആരംഭിക്കാം. മത്തൻ, കുമ്പളം, എല്ലാ തരം വിളകളും നമുക്ക് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാ കാലത്തും ഏത് സമയത്തും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒന്നാണ് അല്ലേ നമ്മുടെ പച്ചമുളക്. പലതരത്തിലുള്ള പച്ചമുളകിൻ്റെ തൈകൾ നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അരി കിളിർപ്പിച്ചിട്ട് നമുക്ക് ആക്കാനായിട്ടും പറ്റും. അപ്പോൾ കാന്താരി മുളകാണെങ്കിൽ നമുക്ക് ഏറെ ഡിമാൻഡുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ കണ്ടോ, കാന്താരി മുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് നന്നായി ഉണ്ടാവുകയും പെട്ടെന്ന് ഒരു സമയത്ത് അത് ഇല്ലാതാവുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ പുതിയത് ഓരോ നട്ടുപിടിപ്പിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് കുറച്ച് തൈകൾ നമ്മൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് മൊത്തത്തിൽ പാകിയിട്ട് അതൊന്ന് കിളിർപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നല്ല തൈകൾ നോക്കിയിട്ട് പറിച്ചു മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പച്ചമുളക് കൃഷി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പലതരം വഴുതിനകൾ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് തട്ടായിപ്പോൾ വഴുതന ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള വഴുതന വിളകളൊക്കെ നമുക്ക് കുറച്ച് ബാഗ് അല്ലെങ്കിൽ കുറച്ച് തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ജനുവരി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മഞ്ഞൾ, ഇഞ്ചി
ഇഞ്ചിയൊക്കെ ഇപ്പം നമുക്ക് വിളവെടുത്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് അതിൻ്റെ വിത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നടേണ്ട ഒരു സമയമാണ്. ഇപ്പം നടീൽ സമയമല്ല, ഇപ്പം നമ്മളത് വിളവെടുത്ത് തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളും ഇഞ്ചിയൊക്കെ നമുക്ക് ഇപ്പോൾ കുറേശ്ശെയായിട്ട് വിളവെടുക്കാം. ഇനി വിത്തിനുള്ളത് നമുക്ക് തണലത്ത് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്കതിനെ വെയിലൊന്നും തട്ടാണ്ട് ചൂടൊന്നും തട്ടാതെ നമുക്കത് മുളപ്പിച്ച് വിത്താക്കിയിട്ട് എടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിരുവാതിരയുടെ സമയമാണ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാച്ചിൽ വർഗ്ഗ വിളകളൊക്കെ, അതായത് നമുക്ക് ഈ തിരുവാതിര പുഴുക്കും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കാച്ചിൽ വർഗ്ഗ വിളകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വിളവെടുക്കാൻ പറ്റാവുന്നതാണ്. കൊള്ളി, അതുപോലെ തന്നെ ചക്കരക്കിഴങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കിഴങ്ങുകളുണ്ട് അല്ലേ, നമ്മുടെ നനക്കിഴങ്ങ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കിഴങ്ങുണ്ട്. അതൊക്കെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. ഇത് നമ്മുടെ കണ്ടോ കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള കാന്താരി മുളക് നമ്മുടെ ഈ ഒരൊറ്റ തൈ ഉണ്ട് കണ്ടോ, ഈ ഒരൊറ്റ തൈ നിറയെ കണ്ടോ കാന്താരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇതൊന്നൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാനിത് വിളവെടുക്കുകയാണ്. വിളവെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. കാരണം ഇതിങ്ങനെ ചെറിയ മുളകായതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിന്നിട്ട് വേണം നമുക്കിത് വിളവെടുക്കാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് സമയവും കുറച്ച് ക്ഷമയും കുറച്ച് താല്പര്യവും ഒക്കെ വേണം നമുക്ക് ഈ ഒരു കൃഷിക്ക് കേട്ടോ. ഈ ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് സമയവും താല്പര്യവും ഒക്കെ ഉണ്ടായാലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കൊറോണയൊക്കെ വന്നപ്പോൾ കുറച്ച് നാൾ നമ്മുടെ കടകളൊക്കെ അടഞ്ഞു കിടന്നപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേമ്പായാലും, ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ചീരച്ചേമ്പാണ് കണ്ടോ. ഇത് നമുക്ക് തോരനായിട്ടും അതുപോലെ തന്നെ പരിപ്പിട്ട കറിയായിട്ടും ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ നമ്മുടെ ഈ ഒരു പുതിയ വർഷത്തിൽ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ പോരാ, നമുക്ക് അതിനുള്ള കീടനിയന്ത്രണത്തിൻ്റെയും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോസിലുള്ളത്, ഈ ഒരു യൂട്യൂബിൻ്റെ നമ്മുടെ ഈ ഒരു ചാനലിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കൃഷികളൊക്കെ തുടങ്ങാൻ ആരംഭിക്കുക. ഇത്രയും കൃഷികളാണ് നമ്മളൊക്കെ ജനുവരി മാസത്തിൽ പുതുതായിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.